എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 12-ാമത് വാക്യം, നിസാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു എന്നുള്ള ചിന്തയാണ്. വക്രത കൈമുതലാക്കിക്കൊണ്ട്, തിന്മ കൈമുതലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുകയും സ്വന്തം നന്മ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ഏടുകൾ ശാന്തമായി പരിശോധിച്ച് നോക്കുമ്പോഴും തിന്മ മാത്രം കൈമുതലാക്കിക്കൊണ്ട്, വക്രത മാത്രം കൈമുതലാക്കിക്കൊണ്ട്, വ്യാജമായത് മാത്രം പറഞ്ഞുകൊണ്ട് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ധാരാളം ആളുകളെക്കുറിച്ച് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമ്പൽ സമൃദ്ധിയുള്ളവരും അധികാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നേടിയെടുത്തുകൊണ്ട് അവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരുടെ അവസാനത്തെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ തകർന്നുപോയ, നശിച്ചുപോയ പശ്ചാത്തലങ്ങളാണ് പിന്നത്തേതിൽ അവർക്കും അവരുടെ തലമുറകൾക്കും അവരുടെ കുടുംബത്തിനകത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അനീതി കൊണ്ട്, അകൃത്യം കൊണ്ട്, തിന്മ കൊണ്ട്, പൊളിവാക്കുകൾ കൊണ്ട്, വക്രതകൾ കൊണ്ട്, പോഷ്കുകൊണ്ട് ഒക്കെ പലതും നേടിയെടുത്ത് കൈമിടുക്കുള്ളവനെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ നീതിമാനായ ഒരു ദൈവം സ്വർഗത്തിൽ നിന്നുകൊണ്ട് നോക്കിയിട്ട് തിന്മ കൊണ്ട് നേടിയതുകൊണ്ട് ദൈവം തന്നെ പിന്നത്തേതിൽ സകല നാശത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമൊക്കെ വായിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല, ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. വക്രതയായി പലതും വെളിപ്പെടുന്ന ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് അവരനുഭവിക്കുന്നതായ ദുരിതങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുകയാണ്. 12-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോഴും, ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം നാം വായിക്കുമ്പോഴും, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം നാം വായിക്കുമ്പോഴുമൊക്കെ തിന്മ കൊണ്ടും അനീതി കൊണ്ടും വക്രത കൊണ്ടും പോഷ്കുള്ള വാക്കുകൾ കൊണ്ടുമൊക്കെ നേടിയെടുക്കാമെന്ന് ചിന്തിച്ച് പോയവരുടെ ചരിത്രങ്ങൾ അടിവരയിട്ടോർപ്പിക്കുന്നത് പോലെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിനകത്ത് നാം വായിക്കുമ്പോഴും വളരെ കൃത്യമായ തലത്തിൽ വക്രത കൊണ്ട് ഭക്തൻ്റെ പുരയിടം കരസ്ഥമാക്കിയ ഇസബേലിനെയും ആഹാബിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാം സ്വന്തമാക്കി എന്നത് സത്യമാണ്. ഒരു ഭക്തനെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞിട്ട് അതിൽ സന്തോഷിക്കുകയും മാത്രമല്ല, ആ ഭക്തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ചില നന്മകൾ തൻ്റെ തലമുറകൾ അനുഭവിക്കേണ്ടത് കരസ്ഥമാക്കി സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ, അവൻ്റെ രക്തം പട്ടി നക്കുമ്പോൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഇസബേലിൻ്റെ ജീവിതം പിന്നത്തേതിൽ തകർന്നു കിടക്കുന്ന ചരിത്രവും നമുക്ക് കൃത്യമായ തലത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വാക്കുകളെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത്, നാം ഒരിക്കലും തിന്മ കൊണ്ടോ വക്രത കൊണ്ടോ പോഷ്കുകൊണ്ടോ കള്ളത്തരം കൊണ്ടോ കൈമിടുക്കുകൊണ്ടോ ഒന്നും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും സ്ഥാനമാനങ്ങളും നേടുവാൻ പരിശ്രമിക്കരുത്. അത് നാശത്തിന് കാരണമായി തീരുമെന്ന് നാം തിരിച്ചറിയുകയും മാത്രമല്ല, വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ, പരമാർത്ഥതയോടെ നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ കൈവിട്ട് കളയില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവോളം വിശ്വസ്തയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോവുകയും നാളുകളിൽ ദൈവം നമ്മെ മാനിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ അകൃത്യം കൊണ്ടും വക്രത കൊണ്ടും തിന്മ കൊണ്ടും
നേട്ടങ്ങൾ കൊയ്യുന്നവരായി തീരാതെ ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തതയും പരമാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരായി ജീവിപ്പാനും ആ തലത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.